അവസാന കാലാവുമ്പോ എല്ലാ ഇബാദത്തും കൂടും. ജസ്റ്റ് ഇന്നാലെന്ന ഒരു കുട്ടി ചികിത്സാ സഹായം തേടുന്നു എന്നൊരു ഒരു വോയിസ് വരുമ്പോഴേക്ക് 53 ലക്ഷമായിട്ടുണ്ട് അക്കൗണ്ട് ക്ലാസ്. സോ അതൊക്കെ അല്ലേ അത്. പണ്ടൊക്കെ ഒരു ഹാജിക്ക എന്ന് പറഞ്ഞാൽ അപൂർവത്തിൽ അപൂർവമായിരുന്നു. ഇപ്പൊ എത്ര പേരാ ഹജ്ജ് ചെയ്യണത്? ഉംറക്ക് വന്നോരോ മിന്നാന്ന് പോയിട്ട് ഇന്നലെ വന്നു എന്നൊക്കെ പറയുന്നത്. ഒരൊറ്റ ഇബാദത്തെ അവസാന കാലത്ത് കുറയുള്ളൂ, ഒറ്റൊരു ഇബാദത്ത്. ബാക്കി എല്ലാ ഇബാദത്തും വർദ്ധിക്കും. ആ കുറഞ്ഞു വരുന്ന ഇബാദത്ത് ഏതാന്നറിയാം? ഫത്തിലാവത്ത്, ഖുർആൻ. തബാറക സൂറത്ത് ആകെ 30 ആയത്ത്, 10 മിനിറ്റ് പോലും വേണ്ട. 24 മണിക്കൂറിന്റെ ഉള്ളില് നമ്മൾ ആദ്യം പോകേണ്ട വീട്, നമ്മൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന വീട്ടിൽ നമ്മള് ഹൗസ് വാമിങ്ങിന് കൂടുമെന്നൊന്നും ഉറപ്പില്ല. പക്ഷെ ഖബർ എന്ന വീട്ടിൽ പോകുമെന്നുള്ള കാര്യം ഷുവറാണ്. ആ വീട് സുന്ദരമാവാനും പ്രകാശപൂരിതമാക്കാനുള്ള സൂറത്ത് നുബുവത്തിന്റെ നാവ് കൊണ്ട് അല്ല ഉണ്ടെന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ സൂറത്തുൽ മുൽക്ക്. മഗ്രിബിന് ശേഷം ഓതൽ സുന്നത്താണ്. ഉറങ്ങണേനും ഓതി തീർത്താൽ മതി. ഒരു മുൽക്ക് സൂറത്ത് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ ഒരു കൈമുതലായി അസറ്റായി ഉണ്ടാവും. അങ്ങനെ ഖുർആൻ ഓതുന്നവരായി മാറും. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക. ഖുർആൻ നിനക്ക് ഒന്നിക്കിൽ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു